ഹായ് കൂട്ടുകാരെ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ SI ആയതിനു ശേഷം നന്ദു ഇനി കേസ് അന്വേഷണം തുടരുകയാണ് കേട്ടോ. തൻ്റെ ചേച്ചിമാരെ ഇട്ട് ബുദ്ധിമുട്ടിക്കുന്നത് ഈ വേണുവും ഈ അനാമികയാണെന്ന് നന്ദുവിന് നന്നായി അറിയാം. അതുകൊണ്ട് തന്നെ അനിയുടെ ജീവിതം ഇനി പച്ചപ്പുണ്ടാക്കണം, അനിയുടെ ആ കഷ്ടപ്പാടിനെ, ആ വേദനയുടെ ആ മുറിവ് ഉണക്കണമെന്ന ആ തീരുമാനത്തോടു കൂടി നന്ദു മുന്നോട്ട് ഇറങ്ങാൻ കേട്ടോ. അങ്ങനെ നന്ദു വേണുവിനെക്കുറിച്ചും ഈ പറയുന്ന അനാമികയെക്കുറിച്ചും ഒത്തിരി കാര്യങ്ങൾ അന്വേഷിച്ച് കണ്ടെത്താണ്. ഇതേ സമയം ആ കണ്ടെത്തിയ വിവരങ്ങൾ ആദ്യം അറിയേണ്ടത് അനി തന്നെയാണ് എന്ന തീരുമാനം നന്ദു എടുക്കണം കേട്ടോ. എന്നാൽ ഈ സമയം നന്ദുവിൻ്റെ ഫോൺ കോൾ വരുമ്പോൾ അനി അനാമികയുടെ അടുത്ത് നിന്നും മാറി നിൽക്കുകയാണ്. കാരണം കേൾക്കാനും പറയാനും പറ്റാത്ത സ്വഭാവമായതുകൊണ്ട് തന്നെ അവളോട് ഇതൊന്നും അറിയിക്കാതിരിക്കുന്നേ നല്ലതെന്ന് കരുതി അനി മാറി നിൽക്കുന്നു കേട്ടോ. ഈ സമയം നന്ദുവിൻ്റെ ഫോൺ കോൾ കാണുമ്പോൾ അനി ചോദിക്കുകയാണ്, എന്താ നന്ദു പതിവില്ലാത്തൊരു കോൾ? ഇന്നേ വരെ നീ എനിക്ക് വിളിച്ചിട്ടില്ലല്ലോ. എൻ്റെ വിവാഹം കഴിഞ്ഞതിന് ശേഷം ഞാനും മെയ്യുമായി ഒരു സംസാരം ഉണ്ടായിട്ടില്ലല്ലോ, എന്ത് പറ്റി നന്ദു എന്ന് ചോദിക്കുമ്പോൾ നന്ദു പറയണേ, അതെ ഒരു കാര്യമുണ്ട്, എന്തെങ്കിലും പ്രശ്നമുണ്ടോ, എന്തെങ്കിലും ഹെൽപ്പ് വേണോ, ക്യാഷിൻ്റെ ആവശ്യമാണോ എന്നൊക്കെയുള്ള ചോദ്യങ്ങൾ തിരിച്ചു മറിച്ചും ചോദിക്കുമ്പോൾ അതല്ല എന്ന് പറഞ്ഞ ഉടൻ തന്നെ, അതെന്താ നീ SI ആയതിന് ശേഷം ആളാകെ മാറി എന്നാണ് ഞാൻ കരുതിയത്. എന്തായാലും വിവാഹം കഴിഞ്ഞതിന് ശേഷം നീ എന്നോട് വലിയ കൂട്ടുകൂടാൻ വരാറില്ലല്ലോ, ഇപ്പം എന്ത് പറ്റി എന്ന് അനി ചോദിച്ചുടൻ തന്നെ നന്ദു പറയാണ്, അല്ല നീ ഈ അനാമികയുടെ കുടുംബത്തെക്കുറിച്ച് കൂടുതൽ അന്വേഷിച്ചിട്ടാണോ വിവാഹം നടത്തിയത്? അതെന്ത് ചോദ്യമാടോ, തനിക്കറിയുന്ന കാര്യങ്ങളല്ലേ. അവൾ എൻ്റെ അടുത്തോട്ട് വന്നതും എൻ്റെ മനസ്സ് ഞാൻ അറിയാതെ അവൾ പിടിച്ചെടുക്കിയതും ഒക്കെ നിനക്കറിയുന്ന കാര്യമല്ലേ എന്ന് പറയുമ്പോൾ, അല്ല ഈ അനാമികയുടെ കുടുംബം സാമ്പത്തികപരമായി എങ്ങനെ എന്ന് ചോദിക്കുമ്പോൾ അവർ കോടാനുകോടീശ്വരിയുടെ ആളുകളാണെന്നൊക്കെ പറയുന്നത്, അനന്തപുരിയെ കടത്തിവിട്ടും എന്നൊക്കെയാണ് അവരുടെ പറച്ചിൽ. പക്ഷെ അതിലെനിക്കൊരു വശപിശക്ക് തോന്നുന്നുണ്ട്, എന്തൊക്കെയോ കാട്ടിക്കൊട്ടുന്നു. ഞാൻ അതൊന്നും ചെയ്യാൻ പോകുന്നില്ല, എനിക്ക് മകളെ തന്നെ പറ്റുന്നില്ല, പിന്നെയാണ് സ്വത്തുക്കൾ എന്നിങ്ങനെ നന്ദുവിനോട് പറയുമ്പോൾ നന്ദു പറയണേ, അനി ആദ്യം അറിഞ്ഞിരിക്കേണ്ട ആൾ നീയാണെന്ന് തോന്നി, അതുകൊണ്ടാണ് ഞാൻ നിന്നെ വിളിച്ചത്. ഇത് കേട്ട അനി, നന്ദു എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ഉണ്ട്, അനാമിക എന്ന് പറയുന്ന അവളുടെ അച്ഛനും അമ്മയും അവളടക്കം ഒന്നടക്കം ഒരു ഫ്രോഡ് കുടുംബമാണ്, ഒരു ക്രിമിനൽ കുടുംബമാണ് എന്ന് പറയുമ്പോൾ, എന്താ നീ അങ്ങനെ പറയാൻ? നിനക്ക് അവർക്കെതിരെ എന്തെങ്കിലും തെളിവ് കിട്ടിയോ? തീർച്ചയായും അവർക്കെതിരെ എൻ്റെ കയ്യിൽ തെളിവുണ്ട്. അവർ വന്ന പാടെ വരുന്നതിന് മുന്നേ തന്നെ അവളിൽ എനിക്കൊരു സംശയമുണ്ടായിരുന്നു. അവളാണല്ലോ നീയും ഞാനുമായി സ്നേഹത്തിന് തുടക്കം തന്നെ കുറിച്ചത്. അതുകൊണ്ട് നിന്നോട് ഇത് എനിക്ക് പറയണമെന്ന് തോന്നി. അതെന്താ എന്നിങ്ങനെ അനി ചോദിച്ചുടൻ തന്നെ പറയണേ, അതെ അനാമികയുടെ അച്ഛനെക്കുറിച്ച് കൂടുതൽ ഞാൻ അന്വേഷിക്കുമ്പോൾ അവർ തട്ടിപ്പും വെട്ടിപ്പും നടത്തി മറ്റുള്ളവരെ ചതിയും വഞ്ചനയിലൂടെയും മറ്റുള്ളവരുടെ സ്വത്തുക്കൾ കൈക്കലാക്കുന്ന ആ പ്രവൃത്തിയാണ് അവരിലുള്ളത് എന്ന് പറയണം കേട്ടോ. എന്താ നീ പറയുന്നത്? നീ ഈ പറയുന്നത് എനിക്ക് വിശ്വസിക്കാൻ ബുദ്ധിമുട്ടാണ് നന്ദു. കാരണം നീ പറയുന്നത് ഞാൻ വിശ്വസിക്കില്ല. ഒരു തട്ടിപ്പും വെട്ടിപ്പും നടത്തിയാലും ഇത്രമാത്രം ആർഭാടങ്ങൾ ചെയ്യാൻ അവർക്ക് എവിടുന്ന് ക്യാഷ്? അത് തന്നെ നീ ആലോചിക്കുക എന്ന് പറയുമ്പോൾ, അത് തന്നെയാണ് മറ്റുള്ളവരെ തട്ടിച്ചും വെട്ടിച്ചും ഓരോരുത്തരുടെ വീട്ടിൽ നിന്നും ഓരോന്ന് കൊണ്ടുവരുന്നത് മറ്റേ വീട്ടിലോട്ട് കടത്തിക്കൊണ്ടുപോവുക. ഇതാണ് അവളുടെ അച്ഛൻ്റെ ജോലി എന്ന് പറയുമ്പോൾ, എന്ത് തെളിവാണ് നിനക്ക് കിട്ടിയത് എന്ന് പറഞ്ഞിട്ട് അനി പറയണേ, എനിക്കിത് വിശ്വസിക്കാൻ കഴിയുന്നില്ല. ഒരു വണ്ടി വാങ്ങി എനിക്കാണെന്ന് പറഞ്ഞ് ഇവിടെ കൊണ്ടുവന്നു, പിന്നീട് അതിന് ശേഷം ഒരു സ്ഥലം വാങ്ങി ആ സ്ഥലം എൻ്റേതാണെന്ന് പറഞ്ഞ് ഇവിടെ കൊണ്ടുവന്നു. അതിനെക്കുറിച്ച് തന്നെ ഞാൻ ആദ്യം പറയാം എന്ന് നന്ദു പറയണേ. ആ വണ്ടി ഇന്ന ആളുടെ വണ്ടിയാണ്. അവർ വാങ്ങിയ അന്ന് രജിസ്ട്രേഷന് വേണ്ടി ബാക്കിയുള്ള കാര്യങ്ങൾക്ക് വേണ്ടി അവരവരുടെ വീട്ടിലെ ഒരാളെ ഏൽപ്പിച്ചതാണ്. അയാളാണ് ചെറിയൊരു വാടക രൂപത്തിൽ അയാൾ വേണുവിൻ്റെ കൈകളിൽ പുതിയ വണ്ടിയാണെന്ന് പറഞ്ഞു കൊടുത്തതാണ്. അതിൽ നിന്നെയും അനന്തപുരിക്കാരെയും അവൾക്ക് നൈസായി പറ്റിക്കാൻ കഴിഞ്ഞു, അവളുടെ അച്ഛനും. എന്നാൽ നിൻ്റെ വല്യമ്മ അന്ന് അവൾക്കൊപ്പം ആയതുകൊണ്ട് തന്നെ എന്ത് പറഞ്ഞാലും എൻ്റെ നയനേടത്തിക്കാണല്ലോ കുറ്റം. അതുകൊണ്ട് തന്നെ അവളുടെ കള്ളങ്ങൾ പൊളിക്കാൻ കഴിഞ്ഞില്ല എന്ന് പറയട്ടോ. എന്നാൽ ഈ സമയം അനി ചോദിക്കുകയാണ്, അപ്പോൾ ആ സ്ഥലത്തിൻ്റെ കാര്യം? സ്ഥലം വേറെ ഒരാളുടെ സ്ഥലമാണ്. ബ്രോക്കർ വഴി എന്തൊക്കെ ചെയ്ത് അവർ ചെറിയ പൈസയ്ക്ക് കൊടുത്ത് ഇതുപോലെ തന്നെ അതും ചെയ്തിരിക്കുന്നു എന്ന് പറയട്ടോ. ഇത് കേട്ട അനി പറയണേ, എന്നാൽ നീ ഒരു പണി ചെയ്യണം. എൻ്റെ വല്യമ്മ ഇവിടെ വന്ന പാടെ ഇവിടെ നിന്ന് കുറച്ച് സ്വർണ്ണാഭരണങ്ങൾ കൊണ്ടുകൊടുത്തിരുന്നു അവൾക്ക്. അതിവിടെ കണ്ടില്ല. പിന്നീട് നിൻ്റെ അച്ഛനാണ് മോഷ്ടിച്ചത് എന്നൊക്കെ പറഞ്ഞ് അവളിവിടെ പല പ്രശ്നങ്ങളുണ്ടാക്കി. അതിൻ്റെ സത്യാവസ്ഥ എനിക്കറിയണം എന്ന് നന്ദുവിനോട് പറയുമ്പോൾ നന്ദു പറയണേ, തീർച്ചയായും അത് ഞാൻ കണ്ടെത്തിയിരിക്കും, അതിൻ്റെ അന്വേഷണത്തിലാണ്. എന്തായാലും നാളെ ഞാൻ അവിടെയോട്ട് വരുന്നുണ്ട്, അവളുടെ അച്ഛനെയും അവളെയും അറസ്റ്റ് ചെയ്യാൻ എന്ന് പറയട്ടോ. ഇത് കേൾക്കുന്ന അനി പറയാണ്, എനിക്ക് എൻ്റെ ജീവിതത്തിൽ ഇതിലും വലിയൊരു സന്തോഷം കിട്ടാനില്ല. നീ അത് ചെയ്ത, നീ SI യൂണിഫോം ഇട്ടതിൽ
ആദ്യം നന്ദി പറയുന്നത് ഞാനായിരിക്കുമെന്ന് പറയണേട്ടോ. അത്രയും വലിയൊരു താടകയുടെ കൂടെയാണ് ഞാൻ ജീവിക്കുന്നത്. യക്ഷികൾ എന്നൊക്കെ പറഞ്ഞു കേട്ടിട്ടില്ലേ, പല യക്ഷികളെന്ന്. അതിലും ഭീകരമാണ് അവളുടെ കൂടെയുള്ള ജീവിതം. മടുത്തു, എല്ലാം കൊണ്ടും മടുത്തു. വിവാഹമേ വേണ്ടെന്ന് തോന്നുന്ന ആ അവസ്ഥയിലോട്ട് അവളുമായുള്ള ജീവിതം എന്നെ എത്തിച്ചു എന്നൊക്കെ പറയാനേട്ടോ. എന്നാൽ നീ ഈ വിവരം ആരെയും അറിയിക്കരുത് എന്ന് നന്ദു അനിയോട് പറയുമ്പോൾ തീർച്ചയായും അതില്ല എന്ന് പറയട്ടോ. ഇതേ സമയം ദേവയാനിയാണെങ്കിൽ ഒരു സാരിയുമായി ഇങ്ങനെ വരികയാണ്. അപ്പോൾ ജാനകി വിളിക്കുകയാണ്, എന്താ ഏട്ടത്തി, ഏട്ടത്തിയുടെ കയ്യിലെന്നാ? ഇതോ എൻ്റെ വെഡ്ഡിങ്ങിന് വേണ്ടി എൻ്റെ നയനമോള് എനിക്ക് ഉണ്ടാക്കി തന്ന സാരിയാണ്. അവളുടെ കൈപ്പടയിൽ ഗോൾഡ് കൊണ്ടുള്ള ആ ഒരു വർക്കായിട്ടാണ് അവൾ ചെയ്തിരിക്കുന്നത് എന്ന് പറയുമ്പോൾ വാക്കുകൾ ജാനകിക്ക് വലിയ ഇഷ്ടമൊന്നും തോന്നുന്നില്ല കേട്ടോ. ജാനകി വളരെ ദേഷ്യത്തോടു കൂടി, ഹോ ഇതാണോ ഇപ്പോൾ ഏട്ടത്തി, ഇത് ഇത്ര വലിയ വില മതിക്കുന്ന ഒന്നല്ലല്ലോ, 3 ലക്ഷം രൂപ വരുന്ന സാരിയാണിത്, ഇതിൻ്റെ ഓരോ വർക്കുകളും നോക്ക്, അവളുടെ കൈ കൊണ്ട് അവൾ തന്നെ ഉണ്ടാക്കിയെടുത്ത സാരിയാണ് എന്നൊക്കെ പറഞ്ഞിട്ട് കാണിച്ചു കൊടുക്കുമ്പോൾ, ഓഹോ 3 ലക്ഷമുള്ള ഏട്ടത്തി, 3 ലക്ഷം എന്ന് പറയുന്നത് ഈ അനന്തപുരിയെ സംബന്ധിച്ച് വലിയ തുകയൊന്നുമല്ലല്ലോ. എന്നാൽ എൻ്റെ അനാമികയെ സംബന്ധിച്ച് ഇത് അത്രയും വലിയ തുകയില്ല. കാരണം അനാമിക അവളോട് ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ അവൾ എനിക്ക് 3 അല്ല 1 കോടിയുടെയും വേണമെങ്കിൽ അവൾ കൊണ്ടുവരാൻ തയ്യാറാണ്. അത്രയും വലിയ സ്വത്തല്ലേ അവളുടെ അച്ഛൻ്റെ അടുത്ത്. കാര്യം എന്ത് പറയണമെങ്കിൽ നയനക്ക് എന്തെങ്കിലും ചെയ്യണമെന്നുണ്ടെങ്കിൽ അവളുടെ ആദർശിൻ്റെ കയ്യിൽ നിന്ന് അല്ലെങ്കിൽ ഈ അനന്തപുരിയുടെ കയ്യിൽ നിന്ന് എന്തെങ്കിലും വാങ്ങണമല്ലോ, അവളുടെ സ്വത്തായി ഒന്നും ഇല്ലല്ലോ എന്ന് പറയുമ്പോൾ ദേവയാനി പറയുന്നത്, ആര് പറഞ്ഞു നിനക്ക് തെറ്റുപറ്റി? ഈ അനന്തപുരി ഇത്രയും പച്ച പിടിക്കാനുള്ള കാരണം അത് ഈ പറയുന്ന നയനയാണ്. നയനക്ക് ഇന്നൊരു ഡിസൈനർമാർക്ക് കൊടുക്കുന്ന ശമ്പളം നയനക്ക് കൊടുക്കുകയാണെങ്കിൽ ഇന്ന് അനന്തപുരിയേക്കാൾ അവൾ വളർന്നിരുന്നു എന്നിങ്ങനെ ജാനകിയോട് തിരിച്ചു പറയട്ടോ. ദേവയാനിയുടെ ആ വാക്കുകൾ ഒട്ടും തന്നെ ജാനകിക്ക് ഇഷ്ടപ്പെടുന്നില്ല കേട്ടോ. അപ്പോഴാണ് അങ്ങോട്ടേക്ക് വേണുവും രേവതിയും കൂടി കയറി വരുന്നത്. എന്നാൽ പെട്ടെന്ന് ദേവയാനിയുടെ മുന്നിൽ നിന്ന് ഒഴിവാവണം. അപ്പോൾ ദേവയാനിക്ക് മന്നോ മാരണങ്ങൾ എന്നിങ്ങനെ ദേവയാനി മനസ്സുകൊണ്ട് പറയുന്നുണ്ട്. ഇതേ സമയം ജാനകി, അനാമിക മോളുടെ അച്ഛനും അമ്മയും വന്നോ, വരൂ ഇരിക്കൂ എന്നൊക്കെ പറയണം. മോളെവിടെ? മോൾക്കൊരു സാധനം കൊണ്ടുവന്നിട്ടുണ്ട്, അല്ലെങ്കിലും ഇനി അത് പറയണ്ടല്ലോ, എന്ന് വരുമ്പോഴോ മോൾക്ക് ഓരോന്നോ കൊണ്ടുവരലാണല്ലോ നിങ്ങൾക്ക് പണി എന്നിങ്ങനെ ജാനകി പറയുമ്പോൾ രേവതി പറയണേ, ഇത്തവണ മോൾക്ക് മാത്രമല്ല മോളുടെ അമ്മക്കും കൊണ്ടുവന്നിട്ടുണ്ടെന്ന് പറയട്ടോ. ഇത് കേൾക്കുന്ന ദേവയാനിയെ അങ്ങ് നോക്കുകയാണ് ജാനകി. എന്നാൽ ജാനകി നോക്കിയെന്ന് കരുതി ദേവയാനിക്ക് വലിയ വിലയൊന്നും കൊടുക്കുന്നില്ല കേട്ടോ. ഇതേ സമയം എന്താ ഇത് എന്ന് പറയുമ്പോൾ മോൾക്ക് സാരി എടുക്കുന്ന കൂട്ടത്തിൽ നല്ല സാരി ആയതുകൊണ്ട് തന്നെ ജാനകിക്ക് ഒരു കൂട്ടം എടുത്തു എന്ന് പറയട്ടോ. അപ്പോഴേക്കും അങ്ങോട്ട് അനാമിക വന്നിട്ട്, വല്യമ്മക്ക് എടുക്കായിരുന്നില്ല അമ്മേ, അത് എടുക്കണമെന്ന് കരുതിയതാണ്, പക്ഷെ അവിടെ 2 പീസേ ഉണ്ടായിരുന്നുള്ളൂ, അത് എടുത്തങ്ങ് പോകുന്നതാണ് എന്ന് രേവതി പറയുന്നു കേട്ടോ. എന്നാൽ ഈ സമയം എടി നീ എന്തായാലും സന്തോഷിക്കുന്നത് കാണാൻ തന്നെയാണ് ഞാനിവിടെ നിൽക്കുന്നത് എന്നിങ്ങനെ ദേവയാനി പറയുന്നുണ്ട്. കാരണം കുറച്ച് കഴിഞ്ഞാൽ നിൻ്റെ അച്ഛനെയും അമ്മയെ ഇവിടെ നിന്ന് അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകുമ്പോൾ നീ വാവിട്ട് കരയുന്നത് കാണാൻ തന്നെയാണ് നീ നിൽക്കുന്നത്. വാനോളം പുകഴ്ത്തിയ നിൻ്റെ അമ്മായിമ്മയും കരയുന്നത് കാണാമല്ലോ. എൻ്റെ നയനമോളെ കുറ്റപ്പെടുത്തിയതിനൊക്കെ ഖേദിക്കേണ്ട അവസ്ഥ ഈ പറയുന്ന ജാനകിക്കും വരുമല്ലോ. നിൻ്റെ മോൻക്ക് നന്ദ വിളിച്ച് പറയുന്ന ആ സംഭാഷണം ഞാൻ കേട്ടിരിക്കുന്നു എന്നിങ്ങനെ ദേവയാനി ചെറിയൊരു പുഞ്ചിരിയോടുകൂടി ഇങ്ങനെ പറയുന്നു കേട്ടോ. അപ്പോഴാണ് അവിടുത്തെ ആ വാതിൽ കടന്ന് നന്ദു കയറി വരുന്നത്. SI യൂണിഫോമിലാണ് നന്ദു വരുന്നത്. നന്ദുവിനെ കാണുന്ന ഇവർക്ക് എല്ലാവർക്കും ചെറിയൊരു പേടിയുണ്ട്, ഉള്ളിലൊരു വിറയിൽ. എങ്കിലും കൂടി നന്ദുവിൻ്റെ ആ വരവ് കാണുമ്പോൾ രവതി പറയുന്നത്, അടിക്കിടയ്ക്ക് ഇവളിവിടെ കയറി വരുന്നുണ്ടല്ലോ മോളെ, നീ ഒന്ന് സൂക്ഷിച്ചോ എന്നിങ്ങനെ പറയുമ്പോൾ ജാനകി പറയുന്നു, ശരിയാണ് എപ്പോഴും ഇങ്ങോട്ടേക്ക് കയറി വരലാണ് എന്ന് പറയുന്നു കേട്ടോ. എന്നാൽ ഈ സമയം ഇത് കേൾക്കുന്ന വേണു പറയാം, അങ്ങനെ വിട്ടാൽ ശരിയാവില്ലല്ലോ, ഒരു SI യൂണിഫോം ഇട്ടെന്ന് വെച്ചിട്ട് എപ്പോഴും ഈ അനന്തപുരിയിൽ ഇവർക്ക് കയറി വരേണ്ട ആവശ്യം എന്താണ്? എൻ്റെ മകളുടെ ജീവിതമാണ് തകരുന്നത്, അത് ചോദ്യം ചെയ്തേ പറ്റുള്ളൂ എന്ന തീരുമാനമായി നന്ദുവിൻ്റെ മുന്നിലോട്ട് അങ്ങ് വേണു ചെല്ലണം കേട്ടോ. അല്ല കൊച്ചേ, നിനക്ക് എന്താ ഈ അനന്തപുരിയിൽ എപ്പോഴും കാര്യം? അത് കേട്ട ഉടനെ നന്ദു ചോദിക്കുകയാണ്, അല്ല നിങ്ങളെന്താ എപ്പോഴും ഇവിടെ വന്നിരിക്കുന്നത്? അത് പിന്നെ ഞങ്ങളുടെ മകളെ കാണാനല്ലേ ഞങ്ങൾ ഇവിടെ വരുന്നത്, എന്നാൽ എൻ്റെ ഏട്ടത്തിമാരെ കാണാനാണ് ഞാൻ ഇങ്ങോട്ടേക്ക് വന്നിരിക്കുന്നത്. അത് കേൾക്കുന്നത് ഉടൻ തന്നെ, എന്താ നീ ഞങ്ങളെ കളിയാക്കുകയാണോ എന്ന് പറഞ്ഞിട്ട് രേവതി അങ്ങ് ദേഷ്യപ്പെടേണ്ട. അപ്പോൾ രേവതി എടിപൊടി എന്നൊക്കെ വിളിച്ചിട്ടാണ് സംസാരിക്കുന്നത്. അത് കേട്ടുടൻ തന്നെ, അതെ ഞാൻ ഇട്ടിരിക്കുന്ന യൂണിഫോമിനെ നിങ്ങൾ ബഹുമാനിക്കുന്നില്ല എങ്കിൽ നിങ്ങൾ എൻ്റെ കൈയിൻ്റെ ചൂടറിയും. എൻ്റെ ഈ കയ്യിലിരിക്കുന്ന വടി വെറുതെ ഒന്നുമല്ല, അത് ഉപയോഗിച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ എടിപൊടിയൊക്കെ അങ്ങ് നിന്നോളും എന്ന് പറയട്ടോ. ഇത് കേൾക്കുന്നതിനോടുകൂടി അനാമികയുടെ അമ്മയും അങ്ങ് ഉൾവലിയാണ് കേട്ടോ.
ഇതേസമയം ദേവയാനി ഒന്നും അറിയാത്തതുപോലെ നന്ദുവിൻ്റെ അടുത്തോട്ട് വരികയാണ്. അല്ല നന്ദുമോളെ, നീ എന്താ ഇങ്ങോട്ടേക്ക് വന്നിരിക്കുന്നത്? ഞാൻ അമ്മേ ഒരു പിടികിട്ടാ പുള്ളിയെ അറസ്റ്റ് ചെയ്യാൻ വേണ്ടി വന്നതാണ്. ആരെ? പിടികിട്ടാ പുള്ളിയോ? അത് കേട്ട ഉടനെ തന്നെ ജാനകി പറയാം, പിടികിട്ടാ പുള്ളിയെ അറസ്റ്റ് ചെയ്യുമെങ്കിൽ അവരുടെ വീട്ടിലോട്ട് പോകണം, അല്ലാതെ ഇവിടെ വന്ന് അറസ്റ്റ് ചെയ്യാനാണ് വരുന്നത് എന്നിങ്ങനെ പറഞ്ഞ ഉടനെ എൻ്റെ ഇളയമേ, പ്രതി ഈ വീട്ടിൽ തന്നെയാണ് ഉള്ളത്, ഈ വീട്ടിലോ എന്നിങ്ങനെ ചോദിച്ചിട്ട് ജാനകിയുടെ ഉള്ളിൽ തോന്നാണ് ആ അബി ആയിരിക്കും, അബിയും ജലജയുമാണല്ലോ ഇങ്ങനെയുള്ള ക്രിമിനലൊക്കെ ചെയ്യുന്നത്, അവരായിരിക്കും എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ മനസ്സുകൊണ്ട് ഇങ്ങനെ ചിന്തിച്ച് നിൽക്കുമ്പോൾ ദേവയാനി ചോദിക്കുകയാണ്, ഈ വീട്ടിൽ ആരാ ഇത്രയും വലിയ ക്രിമിനൽ, പിടികിട്ടാ പുള്ളി എന്നൊക്കെ വാക്ക് ഉപയോഗിക്കാൻ മാത്രം അത്രയും വലിയ ക്രിമിനൽ ബുദ്ധി ആർക്കാണുള്ളത്? ഇവിടെ ആകെയുള്ളത് അബിക്കാണ്. അബിയാണെങ്കിൽ പഴയതിൽ നിന്ന് ഒരുപാട് മാറിയിട്ടുണ്ട്. അവൻ അവൻ്റെ ഭാര്യയെയും കുഞ്ഞിനെയൊക്കെ സ്നേഹിക്കുന്ന ആ ഒരു തത്രപ്പാടിലാണ്. പിന്നെ എന്താ എന്നിങ്ങനെ ചോദിക്കുമ്പോൾ നന്ദു പറയണേ, ആരുമല്ല, ഈ നിൽക്കുന്ന വേണുവിനെയും രേവതിയെയും അറസ്റ്റ് ചെയ്യാനാണ് ഞാൻ വന്നത്. ഇത് കേൾക്കുന്ന വേണു, എടി ഒച്ചേ, നീ യൂണിഫോം ഇട്ടെന്ന് കരുതിയിട്ട് നീ ഞങ്ങളുടെ തലക്ക് കയറാമെന്ന് കരുതിയെങ്കിൽ അത് തെറ്റുപറ്റി. ഞാൻ ആരാണെന്ന് നിനക്കറിയോ? ഞാൻ എത്രത്തോളം സ്വത്തിൻ്റെ ഉടമയാണെന്ന് നിനക്കറിയോ എന്നൊക്കെയുള്ള ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ അതറിഞ്ഞത് കൊണ്ട് തന്നെയാണല്ലോ ഞാൻ ഇങ്ങോട്ടേക്ക് വന്നത്. അന്യരുടെ മുതൽ തട്ടിയും വെട്ടിച്ചും ജീവിക്കുന്ന നിങ്ങളെ പോലെയുള്ള വ്യക്തികളെ പിടിക്കാനാണല്ലോ ഞാൻ ഈ യൂണിഫോം ഇട്ടത്. അത് തന്നെ ആണല്ലോ എൻ്റെ ലക്ഷ്യമെന്ന് പറയുമ്പോൾ ജാനകി പറയാണ്, നന്ദു നീ ഇവിടെ വരാം, നിനക്ക് ആരെ വേണമെങ്കിലും കാണാം, പക്ഷേ വെറുതെ വേണ്ടാത്തത് ഓരോന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പക്ഷേ കേട്ട് നിൽക്കാൻ എനിക്ക് കഴിയില്ല. അതുകൊണ്ട് ഞാനൊരു കാര്യം പറഞ്ഞേക്കാൻ നന്ദു, ഈ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോ എന്ന് പറയുന്നതിന് മുന്നേ നിനക്ക് ഇവിടെ നിന്ന് പോവാ എന്ന് പറയട്ടോ. എന്നാൽ ഇത് കേൾക്കുന്ന അനാമികയുടെ മുഖത്ത് നോക്കി നന്ദു പറയണേ, ഞാൻ ഈ വീട്ടിൽ നിന്നും ഒരാളെ അറസ്റ്റ് ചെയ്യാൻ വന്നിട്ടുണ്ടെങ്കിൽ അവരെ അറസ്റ്റ് ചെയ്യുക തന്നെ ചെയ്യും. അപ്പോഴാണ് മുത്തശ്ശൻ അങ്ങോട്ടേക്ക് കയറി വരുന്നത്. മുത്തശ്ശൻ, നന്ദു എന്തായി? ഞാൻ അന്വേഷിക്കാൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ നീ അന്വേഷിച്ചോ? ആ മുത്തശ്ശ അന്വേഷിച്ച്, എന്നിട്ട് നേര് തന്നെയാണോ? അതിലൊരു സത്യമുണ്ടോ അതോ കളവാണോ എന്ന് പറയുമ്പോൾ മുത്തശ്ശൻ്റെ സംശയം ശരിയാണ്. അപ്പോൾ ദേവയാനി ഒന്നും അറിയാത്തതുപോലെ എന്താ ആരെയാണ് സംശയിക്കുന്നത്? അപ്പോൾ ഉടൻ തന്നെ നന്ദു പറയണേ, തട്ടിച്ചും വെട്ടിച്ചും മാത്രം ജീവിക്കുന്ന കുറേ കള്ളക്കൂട്ടങ്ങളുണ്ട് ഇവിടെ. ഇതാ ഈ നിൽക്കുന്നു വേണു എന്ന് പറയുന്ന രേവതി എന്ന് പറയുന്ന ഈ രണ്ട് പ്രതികളെ അറസ്റ്റ് ചെയ്യാനാണ് ഞാൻ ഇങ്ങോട്ടേക്ക് വന്നിരിക്കുന്നത്. ഇവർക്ക് ഒത്താശ ചെയ്തു കൊടുക്കാൻ മകളും എന്ന് പറയണ്ടോ. ഇത് കേൾക്കുന്ന വേണു പറയണേ, കൊച്ചെ വായിൽ തോന്നിയത് ഓരോന്ന് വിളിച്ചു പറഞ്ഞാൽ അത് കേട്ട് നിൽക്കില്ല എന്ന് പറഞ്ഞ ഉടൻ തന്നെ മുത്തശ്ശൻ പറയാണ്, വായിൽ തോന്നിയതോ? എന്ത് വായിൽ തോന്നിയതെന്നാ നീ പറയുന്നത്? നീ ഇവിടെ ഓരോന്ന് ചെയ്തു കൂട്ടുന്നതും ആരും അറിയില്ല എന്നാ കരുതിയത്? നീ ചെയ്ത ഓരോ കൊള്ളരുതായ്മയും കണ്ട് ഇന്നല്ലെങ്കിൽ നാളെ നീ മാറുമെന്ന് കരുതി എൻ്റെ കൊച്ചുമോൻ്റെ ജീവിതം തകർക്കണ്ടെന്ന് കരുതി മനസ്സുകൊണ്ട് ഇരിക്കുന്ന സമയത്താണ് നീ വീണ്ടും വീണ്ടും പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത്. എന്നാൽ ഇനി നിനക്ക് മാപ്പില്ല എന്ന് പറയട്ടോ. അങ്ങനെ നന്ദു അവരെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകുമ്പോൾ ജാനകി ആ സത്യം മനസ്സിലാക്കണം. ഈശ്വര, ഒന്നുമില്ലാത്തൊരു തട്ടിച്ചും വെട്ടിച്ചും ജീവിക്കുന്ന ഒരു പാവപ്പെട്ട ദരിദ്ര കുടുംബത്തിൽ നിന്നാണല്ലോ ഞാൻ എൻ്റെ മകനെ കല്യാണം കഴിച്ചതെന്ന് അറിയുമ്പോൾ ജാനകി നേരെ ചെല്ലുന്നത് നയനയുടെ അടുത്തോട്ടാണ് കേട്ടോ. മോളെ, മാപ്പ്, ഞാൻ ചെയ്തതിനെല്ലാം മാപ്പ്, നീ എന്നോട് ക്ഷമിക്കണം എന്നൊക്കെ പറഞ്ഞ് കാല് പിടിക്കുന്ന ആ സീനൊക്കെ ഉണ്ട് കേട്ടോ.